മുഖമുദ്ര എന്ന ടാസ്കിൽ ഇന്ന് സംഭവിച്ച ചില കാര്യങ്ങളാണ്. അതായത് ബിഗ് ബോസ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കംപ്ലൈന്റ് ചെയ്യുവാൻ ആരും പോകാത്തത് കൊണ്ട് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഈ ദൃശ്യങ്ങൾക്ക് തൊട്ടു പിന്നാലെ ബിഗ് ബോസ് നിർത്തുക എന്ന് ഉറക്കെ ആജ്ഞാപിച്ചുകൊണ്ട് ഇടയിലേക്ക് കയറുകയായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് ഈ സംഗതി പോവുകയും ചില കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവുകയും ചെയ്യുമായിരുന്നു. ഓരോ ആൾക്കാരുടെയും ബോർഡിലേക്ക് സീലടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഏറ്റവും അധികം സീൽ ആർക്കാണോ കിട്ടുന്നത് അവർ പുറത്തു പോകും. അങ്ങനെ ആദ്യ റൗണ്ടിൽ നോറയും, രണ്ടാം റൗണ്ടിൽ ജാസ്മിനും സിജോയും, മൂന്നാമത്തെ റൗണ്ടിൽ ഋഷിയും, നാലാമത്തെ റൗണ്ടിൽ നന്ദനയും ശ്രീതുവും ഔട്ടായി. അവസാന റൗണ്ട് അതിൽ 4 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരാൾ പുറത്തു പോയി കഴിയുമ്പോഴേക്കും പിന്നീട് നിൽക്കുന്ന 3 ആൾക്കാർ, ആ 3 ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ് ലഭിച്ചിരിക്കുന്ന വ്യക്തിക്ക് 1 പോയിന്റ് ലഭിക്കും. അതിന് തൊട്ട് താഴെ വരുന്ന വ്യക്തിക്ക് 2 പോയിന്റ് ലഭിക്കുകയും ഏറ്റവും കുറവ് സ്റ്റാമ്പ് ലഭിച്ചിരിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന് 3 പോയിന്റ് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിട്ടുകൊടുക്കുവാൻ ആർക്കും കഴിയുകയുമില്ല. ഇവിടെ സായി, അർജുൻ, ജിൻഡോ, അഭിഷേക് ഈ 4 ആൾക്കാരാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ അഭിഷേകിന്റെ ബോർഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജിൻഡോ മുൻപോട്ട് നീങ്ങുമ്പോൾ ആദ്യം അഭിഷേക് തടയുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് പല ആവർത്തി സംഭവിച്ചു. അതിനുശേഷം അഭിഷേകിന്റെ കൈകളുടെ അടിയിൽ കൂടി നുഴഞ്ഞപ്പുറത്തേക്ക് കയറുവാൻ ജിൻഡോ ശ്രമിക്കുന്ന സമയത്താണ് കറക്കിയെടുത്ത് ജിൻഡോയെ താഴേക്ക് ഇടുന്നത്. അത് ജിൻഡോയ്ക്ക് ശരിക്കും പ്രൊവോക്കായി. അതുകൊണ്ട് ജിൻഡോ വീണെടുത്തു നിന്നും എഴുന്നേറ്റ് വന്നിട്ട് അഭിഷേകിനെ 2-3 പ്രാവശ്യം തള്ളി സൈഡിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ അഭിഷേകിനെ തള്ളി മാറ്റിയിട്ട് അഭിഷേകിന്റെ ബോർഡിൽ പടപടയുന്ന സ്റ്റാമ്പ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റാമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അവിടെ നടക്കുന്നത്. കഴുത്തിന് പിടിച്ച് ശക്തമായിട്ട് വലിച്ച് ജിൻഡോയെ പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിൻഡോ അഭിഷേകിന്റെ ബോർഡ് കൂടി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ബോർഡ് ഒടിഞ്ഞ് താഴെ വീണു. ഇവിടെ തെറ്റ് ചെയ്ത വ്യക്തി അഭിഷേക് ശ്രീകുമാർ തന്നെയാണ്. ഞാൻ മുമ്പിട്ടൊരു വീഡിയോയിൽ ചില ആൾക്കാരൊക്കെ ജിൻഡോ തെറ്റുകാരനാണ് എന്ന് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അഭിഷേക് അദ്ദേഹത്തെ പിടിച്ച് താഴെ ഇട്ടപ്പോഴാണ് ജിൻഡോ പിടിച്ച് തള്ളി മാറ്റിയിട്ട് മുമ്പോട്ട് പോയി സ്റ്റാമ്പ് ചെയ്യുന്നത്. വീണ്ടും അഭിഷേക് കഴുത്തിന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും അത് ശാരീരികമായി പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു ആക്ട് തന്നെയായിരുന്നു. ഇവിടെ അഭിഷേകിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവം ശ്രമമൊന്നും നടത്തുകയല്ല. കണ്ടത് നമ്മൾ കൃത്യമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ബിഗ് ബോസ് അതിനകത്ത് ഇടപെട്ടത് നന്നായി, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായി മാറിയനെ. ബിഗ് ബോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പല ആവർത്തി പറഞ്ഞു തന്നിട്ടുള്ളതാണ്, പക്ഷെ നിങ്ങൾ നന്നാവില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം ഒരു ക്ലിപ്പ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഈ കാഴ്ചയോടുള്ള ബന്ധത്തിൽ പ്രേക്ഷകരായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ളത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.